പണ്ട് കാലം മുതൽക്കേ പ്രത്യേകിച്ച് ഈ മുസ്ലിം സമുദായക്കാർക്കിടയിൽ ഈ മലബാർ മേഖലയിൽ കണ്ടുവരുന്ന ഒരു പ്രവണതയാണ് ശൈശവ വിവാഹം. ഇതിപ്പോൾ കുറച്ച് കുറഞ്ഞിട്ടുണ്ട്, എന്നാലും ഇപ്പോഴും കണ്ടുവരുന്നു. ഇത് ഒരുപാട് പെൺകുട്ടികൾക്ക് മാനസിക സമ്മർദ്ദങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് എന്നാണ് ഒരുപാട് തെളിവുകൾ കാണിക്കുന്നത്. ഇതിന് ശൈശവ വിവാഹത്തെ ഇസ്ലാം എങ്ങനെ നോക്കിക്കാണുന്നു എന്നാണ് ആദ്യ ചോദ്യം. രണ്ടാമത്തത്, ഇസ്ലാം എന്ന് പറയുന്നത് കുടുംബ ഭദ്രതയെ പിന്തുണയ്ക്കുകയും അതിനെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്ന സമാധാനത്തിന്റെ മതമാണ്. പക്ഷേ അതോടൊപ്പം ഇസ്ലാം ബഹുഭാര്യത്വത്തെ പിന്തുണയ്ക്കുന്നു. ഒരു തരത്തിൽ ഇത് കുടുംബ ഭദ്രതയെ ബാധിക്കുന്നില്ല. രണ്ട് ചോദ്യങ്ങളാണുള്ളത്. ഒന്ന് ശൈശവ വിവാഹം എന്നതാണ്. ഒരു പ്രായപൂർത്തി എന്ന് പറയുന്നതിൻ്റെ സമയം എത്രയാണ്? ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം വയസ്സല്ല പ്രായപൂർത്തി. 18 വയസ്സായാലാണ് എല്ലാ സ്ത്രീകളും പ്രായപൂർത്തി എത്തുന്നത്, അല്ലെങ്കിൽ 19 വയസ്സായാലാണ് എല്ലാ സ്ത്രീകളും പ്രായപൂർത്തി എത്തുന്നത്. ഇസ്ലാമിൽ പ്രായപൂർത്തിക്ക് വെച്ച ഒരു സ്ത്രീക്കൊരു പ്രായപൂർത്തി ആവുക എന്നുള്ളതിൻ്റെ സമയം മെൻസസ് ആരംഭിക്കുക എന്നുള്ളത് തന്നെയാണ് പ്രായപൂർത്തി. ഒരു സ്ത്രീയുടെ പ്രായപൂർത്തി. ഒരു മെൻസസ് ആയിരുന്ന സമയം ആയി കഴിയുന്നതോടുകൂടെ ഒരു സ്ത്രീ മതപരമായ എല്ലാ കർമ്മങ്ങളും, നിർബന്ധമായ കർമ്മങ്ങളും ചെയ്യാൻ അവൾ ബാധ്യസ്ഥയായി. നിങ്ങൾക്ക് തന്നെ അറിയാം, ഒരു പക്ഷേ 9 വയസ്സ് മുതൽ അല്ല 8 വയസ്സ് മുതൽ ഒരു പക്ഷേ 21, 22, 24, 25 വയസ്സ് ഒക്കെ പല വയസ്സുകളിലും പല സന്ദർഭങ്ങളിലുമായിട്ടാണ് പലപ്പോഴും ഇത് പ്രായപൂർത്തി ആരംഭിക്കാറുള്ളതും അതിൻ്റെ ലക്ഷണങ്ങൾ കണ്ടു തുടങ്ങാറുള്ളതും. അതുകൊണ്ട് തന്നെ ഏതെങ്കിലും ഒരു വിവാഹം അത് ശൈശവ വിവാഹമാണെന്നോ അല്ലെങ്കിൽ പ്രായപൂർത്തിയായ വിവാഹമാണോ എന്ന് പറയാനുള്ള അടിസ്ഥാന മാനദണ്ഡം അതാണ്. അപ്പോൾ ഒരു സ്ത്രീ ഒരു വിവാഹ ജീവിതത്തിനെ മാനസികമായും ശാരീരികമായും ഏതു സന്ദർഭത്തിൽ പക്വത പാലിക്കുന്നുവോ ആ സന്ദർഭത്തിലാണത് നടക്കേണ്ടത്. അതാണ് ഏറ്റവും നല്ലത്. പക്ഷേ സ്വാഭാവികമായും അതിൻ്റെ സമയം നിർണ്ണയിക്കാൻ പറ്റാത്തത് കൊണ്ടാണ് പലപ്പോഴും ഈ ചോദ്യം ഇങ്ങനെ ഉണ്ടാവുന്നത്. പിന്നെ സാധാരണഗതിയിൽ അതിന് പറയാനുള്ളൊരു കാര്യം പ്രവാചകന്റെ വിവാഹമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആയിഷ റളിയല്ലാഹു അൻഹയെ വിവാഹം കഴിക്കുന്നത് കുറച്ച് നേരത്തെ സന്ദർഭത്തിലാണ്. പക്ഷെ ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാമിന്റെ പ്രവാചകൻ എന്ന നിലക്കും അള്ളാഹുവിന്റെ നിർദ്ദേശങ്ങൾക്കനുസരിച്ച് മാത്രം കാര്യങ്ങൾ നിർദ്ദേശിക്കുന്ന ആളെന്ന നിലക്കും പണ്ഡിതന്മാർ ആ വിഷയത്തിൽ ധാരാളം വ്യാഖ്യാനങ്ങളും വിശദീകരണങ്ങളും പറയുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒന്നാമത്തെ വിവാഹം നടക്കുമ്പോൾ നബിയെക്കാളും 15 വയസ്സോളം പ്രായം അധികമുള്ളവരായിരുന്നു നബിന്റെ ആദ്യ ഭാര്യ. പ്രായം കൂടുതലുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അതിനുശേഷം നടന്ന പല വിവാഹങ്ങളും വിധവകളോ അല്ലെങ്കിൽ പ്രായമായ സ്ത്രീകളോ ആയിരുന്നു. ഈ കൂട്ടത്തിൽ വളരെ കാലഘട്ടം ഇസ്ലാമിന്റെ പ്രവാചകന്റെ വിയോഗത്തിന് ശേഷം നീണ്ട കാലഘട്ടം നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ചുള്ള വിവരങ്ങളും ഇസ്ലാമിക സന്ദേശങ്ങളും നമുക്ക് പകർന്നു തന്നത് പ്രവാചകന്റെ ഈ പത്നിയായിരുന്നു. കുറച്ച് നേരത്തെ വിവാഹം കഴിഞ്ഞതുകൊണ്ട് കൂടുതൽ കാലം പ്രവാചകന്റെ വഫാത്തിന് ശേഷം ജീവിക്കുകയും ഇസ്ലാമിന്റെ ഒട്ടനവധി കാര്യങ്ങളെ പകർന്നു തരികയും ആ വിവരങ്ങൾ നമുക്ക് എത്തിച്ചു തരികയും ചെയ്യുന്നതിന് ആ വിവാഹം സഹായകമായിട്ടുണ്ട്. അപ്പോൾ ഒരു സ്ത്രീയുടെ സമ്മതം ഒരു വിവാഹത്തിൽ ഇസ്ലാം നിശ്ചയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തീർച്ചയായും ആ സമ്മതത്തിന് സ്വാതന്ത്ര്യം നൽകുന്നതോടുകൂടെ തന്നെ ഇതിലുള്ള ആശങ്കകൾ പരിഹരിക്കപ്പെടുകയാണ്. ഒന്നെന്ന് പറഞ്ഞാൽ, ഒരു പെൺകുട്ടിക്ക് സമ്മതമില്ലെങ്കിൽ പിതാവിന് നിർബന്ധപൂർവ്വം അവളെ വിവാഹം കഴിച്ചു കൊടുക്കാൻ അവകാശമില്ല. വിധവയാണെങ്കിൽ അവൾ വാക്കാൽ പറയണം, കന്യകയാണെങ്കിൽ അവളുടെ മൗനമായിട്ടെങ്കിലും അനുവാദം വേണം. അതുകൊണ്ട് പെൺകുട്ടികൾ ആശങ്കപ്പെടേണ്ടതില്ല. സ്വന്തം അനുവാദപ്രകാരം മാത്രമേ വിവാഹം ചെയ്തു കൊടുക്കാൻ അവകാശമുള്ളൂ. ആ അവകാശം നൽകുന്നതോടുകൂടെ വിവാഹത്തിലൂടെ ഒരു ചൂഷണം ചെയ്യപ്പെടുന്ന അല്ലെങ്കിൽ പ്രയാസപ്പെടുത്തപ്പെടുന്ന ഒരു അവസ്ഥ ഒരു സ്ത്രീക്ക് വരാനുള്ള വാതിലുകൾ അവിടത്തോടുകൂടെ അടക്കപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു. സ്വന്തം സമ്മതത്തോടും അനുവാദത്തോടും കൂടെയാണ് അത് ചെയ്യേണ്ടത്. അനുവാദം ഇല്ലെന്ന് പറയുമ്പോൾ അതിൻ്റെ ന്യായവും അതിൻ്റെ കാരണങ്ങളും രക്ഷിതാക്കന്മാരെ ബോധ്യപ്പെടുത്തേണ്ടതുണ്ട്. അതിലുപരി രക്ഷിതാവിനാണ് ആ വിവാഹത്തിൻ്റെ അധികാരം. അതെന്തുകൊണ്ടാണ്? എൻ്റെ മകളെക്കുറിച്ച് ഏറ്റവും അധികം അവളുടെ ഭാവിയെക്കുറിച്ച് ആശങ്ക എനിക്കാണുണ്ടാവുക. അതുകൊണ്ട് തന്നെ എൻ്റെ മകൾക്ക് സമൂഹത്തിൽ മറ്റാർക്കും ഇല്ലാത്ത സ്നേഹവും ബന്ധവും എൻ്റെ മകളോട് എനിക്കാവുന്നത് കൊണ്ട് എൻ്റെ മകളെ ആർക്ക് വിവാഹം ചെയ്തു കൊടുക്കണം, എപ്പോൾ വിവാഹം ചെയ്തു കൊടുക്കണം എന്നതിനെക്കുറിച്ചൊരു തീരുമാനത്തിൻ്റെ അവകാശം ഏറ്റവും ആ കുട്ടിയോട് ബന്ധപ്പെട്ട പിതാവിന് നൽകുന്നത് കൊണ്ടും
വിവാഹം സുരക്ഷിതമായ ഒരു സാഹചര്യത്തിലേ നടക്കൂ എന്ന് നമുക്ക് മനസ്സിലാക്കാം.